ആശയം ആവിഷ്കാരം PV പ്രശാന്ത് കുമാർ. ഡിയർ സ്റ്റുഡൻസ്, 2024 മാർച്ചിൽ SSLC പരീക്ഷ എഴുതുന്ന എല്ലാ കുട്ടികൾക്കും വിജയാശംസകൾ. ലെറ്റ് us start. ഇതാ ക്വിസ് മാസ്റ്ററായ ടീച്ചർ സ്വയം പരിചയപ്പെടുത്തുന്നു. ഒപ്പം വിവിധ സ്കൂളുകളിൽ നിന്നും ക്വിസിൽ പങ്കെടുക്കാനെത്തിയ ടീം അംഗങ്ങളായ 10ാം ക്ലാസ് വിദ്യാർത്ഥികളും. എന്റെ പേര് M. പുരുഷോത്തമൻ, ഇരിട്ടി ഹയർ സെക്കൻഡറി സ്കൂൾ സംസ്കൃത അധ്യാപകൻ. ടീമുകളെ പരിചയപ്പെടാം. ടീം എ. എന്റെ പേര് അഭിന. എന്റെ പേര് നിവേദ്യ പ്രശാന്ത്, GHSS പാലിയിൽ നിന്ന് വരുന്നു. ടീം ബി. എന്റെ പേര് ദർശന. എന്റെ പേര് അഞ്ജലി. ഞങ്ങൾ IMNS GHSS മൈലിൽ നിന്ന് വരുന്നു. ടീം സി. എന്റെ പേര് റിയ. എന്റെ പേര് അനുശ്രീ. ഞങ്ങൾ പറശ്ശിനിക്കടവ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്ന് വരുന്നു. ടീം ഡി. എന്റെ പേര് ഹരിനന്ദ്. എന്റെ പേര് ആദ്യ. ഞങ്ങൾ GHSS പാലാടിൽ നിന്ന് വരുന്നു. ടീം ഇ. എന്റെ പേര് നിഹാര. എന്റെ പേര് ആരാധ്യ. ചെമ്പിലോട് ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്ന് വരുന്നു. ഇനി 6ാം റൗണ്ടിലേക്ക് നമുക്ക് കടക്കാം. ആദ്യ ചോദ്യം ടീം എയോടാണ്. ഈർഷ്യാഭയക്രോധ സമന്വിതേന ഇതി ശ്ലോകം പഠിതം. അത്ര ഈർഷ്യാഭയക്രോധേന സേവ്യമാനം കിം ന പരിപാകമേതി. ഈർഷ്യയോടും ഭയത്തോടും ക്രോധത്തോടും കൂടി കഴിക്കുന്ന എന്താണ് പാകമാവാത്തത്? അന്നം. ഉത്തരം ശരിയാണ്, അന്നം. ടീം എക്ക് 5 പോയിന്റ്. ടീം ബിയോടാണ് അടുത്ത ചോദ്യം. ഐ ശുഭേ കിമേവം രോദിഷി കസ്യ വചനമിതം. ഐ ശുഭേ കിമേവം രോദിഷി കസ്യ വചനമിതം. ശ്രീനാരായണ ഗുരുദേവസ്യ. ഉത്തരം തെറ്റാണ്. ചോദ്യം ടീം സിയിലേക്ക് പാസ് ചെയ്യുന്നു. വാസവഃ. വാസവസ്യ, വാസവസ്യ, സുരാധിപസ്യ, ആഖണ്ഡലസ്യ, ഇങ്ങനെയുള്ള ഉത്തരങ്ങളൊക്കെ വരും. ടീം സിക്ക് 3 പോയിന്റ്. അടുത്ത ചോദ്യം ടീം സിയോട് തന്നെയാണ്. ഒരു സമസ്ത പദമാണ് നോത്ഥിതഃ. ഈ പദത്തിന്റെ പദച്ഛേദ പദം പദം മുറിച്ച് പറയുക. ന അധികം ഉത്തിതഃ. ന അധികം ഉത്തിതഃ. ഉത്തരം ശരിയാണ്. ടീം സിക്ക് 5 മാർക്ക്. അടുത്ത ചോദ്യം ടീം ഡിയോടാണ്. സസ്യവിജ്ഞാനം അധികൃത്യ സൂചന മഹാഭാരതസ്യ കസ്മിൻ പർവണി ദൃശ്യത്തെ. സസ്യവിജ്ഞാനം അധികൃത്യ സൂചനാഹ മഹാഭാരതസ്യ കസ്മിൻ പർവണി ദൃശ്യത്തെ. സസ്യവിജ്ഞാന ശാസ്ത്രത്തെക്കുറിച്ചുള്ള സൂചനകൾ മഹാഭാരതത്തിലെ ഏത് പർവ്വത്തിലാണ് കാണുവാൻ സാധിക്കുക? വനപർവണി. ഉത്തരം ശരിയാണ്, വനപർവണി. ടീം ഡിക്ക് 5 മാർക്ക്. അടുത്ത ചോദ്യം ടീം ഇയോടാണ്. ഫലപാക അന്തഃ സസ്യവിഭാഗഃ കഃ. ഫലം പാകമായതിനു ശേഷം അവസാനിക്കുന്ന സസ്യവിഭാഗം ഏതാണ്? ഓഷധിശ്ച. ഓഷധിശ്ച എന്ന് പറയേണ്ടതില്ല, ഓഷധിഹി, ഓഷധി എന്ന് പറഞ്ഞാൽ ഉത്തരം ശരിയാവും. ടീം ഇക്ക് 5 മാർക്ക്. 6ാമത്തെ റൗണ്ടിലെ 2ാമത്തെ സെറ്റ് ചോദ്യങ്ങളാണ്. ടീം എയോടാണ്. അദ്വൈത ചിന്താ പ്രതിഷ്ഠാപകഃ കഃ. ശ്രീ ശങ്കരാചാര്യ. ശ്രീ ശങ്കരാചാര്യ. ഉത്തരം ശരിയാണ്. ടീം എക്ക് 5 പോയിന്റ്. അദ്വൈത ചിന്ത, അദ്വൈത മതം എന്നുള്ളത് സ്ഥാപിച്ചിരിക്കുന്നത് ശ്രീ ശങ്കരാചാര്യരാണ്. അദ്ദേഹമാണ് അദ്വൈത ചിന്തയുടെ പ്രതിഷ്ഠാപകനായിട്ട് പറയപ്പെടുന്നത്. ടീം ബിയോടാണ് അടുത്ത ചോദ്യം. വാച്യസ്ത്വയാ മത്വജനാസരാജ
വന്നൗ വിശുദ്ധാമപി യത് സമക്ഷം മാം ലോകവാദ ശ്രവണാദഹാസി ശ്രുതസ്യ കിം തസ്സദൃശം കുലസ്യ. അത്ര വിശുദ്ധാമപി പദച്ഛേദം വദ. വിശുദ്ധാമപി പദച്ഛേദം വദ. വിശുദ്ധാം അധികം അപി. വിശുദ്ധാം അധികം അപി വിശുദ്ധാമപി. ഉത്തരം ശരിയാണ്. ടീം ബിക്ക് 5 പോയിന്റ്. അടുത്ത ചോദ്യം ടീം സിയോടാണ്. ഗീതാരഹസ്യം ഇതി ഗ്രന്ഥം കേന വിരചിതം? ഗീതാരഹസ്യം ഇതി ഗ്രന്ഥം കേന വിരചിതം? ബാലഗംഗാധര തിലക. ഉത്തരം ശരിയാണ്. ബാലഗംഗാധര തിലകേന. ബാലഗംഗാധര തിലകനാണ് ഗീതാരഹസ്യം എന്ന ഗ്രന്ഥം രചിച്ചിരിക്കുന്നത്. ടീം സിക്ക് 5 പോയിന്റ്. അടുത്ത ചോദ്യം ടീം ഡിയോടാണ്. വേദാന്തസ്യ ധാർമ്മികത ഇതി പ്രഥമ ഗ്രന്ഥഃ പ്രസിദ്ധീകൃതഃ കസ്യ പ്രഥമ ഗ്രന്ഥഃ? വേദാന്തത്തിന്റെ ധാർമ്മികത എന്ന ആദ്യത്തെ ഗ്രന്ഥം പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ആരുടെ ആദ്യത്തെ ഗ്രന്ഥമാണ് ഇത്? ഡോക്ടർ എസ് രാധാകൃഷ്ണൻ. ഉത്തരം ശരിയാണ്. ഡോക്ടർ എസ് രാധാകൃഷ്ണന്റെ 20ാമത്തെ വയസ്സിൽ അദ്ദേഹത്താൽ രചിക്കപ്പെട്ടിരിക്കുന്ന ഒരു ഗ്രന്ഥമാണ് വേദാന്തത്തിന്റെ ധാർമ്മികത അഥവാ വേദാന്തസ്യ ധാർമ്മികത എന്ന് പറയുന്ന ഗ്രന്ഥം. ടീം ഡിക്ക് 5 പോയിന്റ്. അടുത്ത ചോദ്യം ടീം ഇയോടാണ്. ബാല്യ ഏവ സമസ്ത പദമാണ്. ആ പദത്തെ പദം മുറിച്ച് പറയുക. ബാല്യ ഏവ ഒറ്റ പദമാണത്, കൂട്ടി വരക്കില്ല എന്ന് മാത്രം. ബാലഹാധികം ഏവ. ഉത്തരം തെറ്റാണ്. ടീം എക്ക് പറയാവുന്നതാണ്. ബാല്യേ അധികം ഏവ. ഉത്തരം ശരിയാണ്. ബാല്യേ അധികം ഏവ. ടീം എ ഉത്തരം പറഞ്ഞതുകൊണ്ട് തന്നെ അവർക്ക് 3 പോയിന്റ്. ഇന്ന് നടന്ന ക്വിസ് മത്സരത്തിൽ ടീം എ 53 പോയിന്റാണ് 6 റൗണ്ടില് നേടിയിരിക്കുന്നത്. ടീം ബി 38 പോയിന്റാണ് നേടിയിരിക്കുന്നത്. ടീം സി 69 പോയിന്റാണ് നേടിയിരിക്കുന്നത്. ടീം ഡി 58 പോയിന്റാണ് നേടിയിരിക്കുന്നത്. ടീം ഇ 53 പോയിന്റാണ് നേടിയിരിക്കുന്നത്. ഇന്നത്തെ ക്വിസ് പരിപാടിയിൽ ഏറ്റവും കൂടുതൽ പോയിന്റ് നേടിയിരിക്കുന്നത് ടീം സി പറശ്ശിനിക്കടവ് ഹയർ സെക്കൻഡറി സ്കൂൾ ആണ്. 69 പോയിന്റാണ് നേടിയിരിക്കുന്നത്. രണ്ടാം സ്ഥാനത്ത് 58 പോയിന്റ് നേടി ടീം ഡി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ പാലയാട്. മൂന്നാം സ്ഥാനത്ത് 53 പോയിന്റ് നേടി ടീം എ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ പാലയും ടീം ഇ ചെമ്പിലോട് ഹയർ സെക്കൻഡറി സ്കൂളും. വിജയികൾക്ക് അഭിനന്ദനങ്ങൾ. സംസ്കൃത ഭാഷയുമായിട്ട് ബന്ധപ്പെട്ടിട്ട് 10 പാഠഭാഗങ്ങളാണുള്ളത്. 10 പാഠഭാഗങ്ങളിൽ നിന്നും വളരെ പ്രധാനപ്പെട്ടതായിട്ട് ഒരുപാട് ചോദ്യങ്ങളുണ്ട്. നമ്മൾ പ്രശ്നോത്തരിയിൽ ചോദിച്ച ചോദ്യങ്ങളിൽ തന്നെ ഏകദേശം 60% ചോദ്യങ്ങളും പരീക്ഷയ്ക്ക് വരുന്ന രീതിയിലാണ് ഉള്ളത്. അതുപോലെ ശത്രു ശാനജ് പ്രത്യയങ്ങൾ തിരിച്ചറിയുന്നതും അതുപോലെ തന്നെ ത്വാന്ത തുമുന്നന്ത ലബന്ധ പദങ്ങൾ കണ്ടെത്തുന്നതും പരീക്ഷയ്ക്ക് എല്ലായ്പ്പോഴും വന്നുകൊണ്ടിരിക്കുന്ന ഒരു ചോദ്യം തന്നെയാണ്. പങ്കെടുത്ത എല്ലാ ടീം അംഗങ്ങൾക്കും പ്രത്യേക അഭിനന്ദനങ്ങൾ. നാളെ ഇതേ സമയം കേരള പാഠാവലി പ്രശ്നോത്തരി 4ാം ഭാഗം. അവതരണം ആകാശവാണി കണ്ണൂർ. ആശയം ആവിഷ്കാരം PV പ്രശാന്ത് കുമാർ. നിർവഹണ സഹായം AK രതീഷ്, സീഷ മാനു, ശ്രീകല ബിജു, ജ്യോതി രാജീവ്, കവിത നാഥ്. റേഡിയോ ടീച്ചർ